ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിങ് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതേപോലുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ജലാറ്റിൻ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടണം. ഇതിൽ പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ചോക്ലേറ്റിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല തിളച്ച പാല് തന്നെ ചേർക്കണം, എങ്കിൽ മാത്രമേ പഞ്ചസാര പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടും. അതുപോലെ ഇതിലേക്ക് തന്നെയാണ് ജലാറ്റിനും ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജലാറ്റിൻ വേണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേരണം. മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്, മധുരം കുറവായതുകൊണ്ട്. അപ്പം മൊത്തം ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. കൊക്കോ പൗഡറിന് നല്ല കയർപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മധുരം ഒന്ന് കൂടുതൽ വേണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി ചേർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഏതാണ് ഗ്ലാസ്സോ ബൗളോ ഏതിലാണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരു കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് സൈഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നത് കാണാം. കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്കോസ് കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.